കാലത്ത് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു. ഉണ്ട്. പിന്നീട് 2 സിനിമ നിർമ്മിക്കുകയും ചെയ്തു. രഘുവിൻ്റെ സ്വന്തം റസിയ, എന്നാലും ശരത്, ഒന്ന് വിനയനും ഒന്ന് ബാലചന്ദ്ര മേനോനും സംവിധാനം ചെയ്തു. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? അനുഭവത്തിന് എനിക്ക് വലിയ കാര്യമൊന്നും പറയാനില്ല. കാര്യം ഞാൻ അതിനകത്ത് ഒന്നിനും ഇടപെട്ടിട്ടുള്ള ഒരാളല്ല. നിങ്ങൾക്ക് എന്നെ ഒരു പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നതിന് പകരം ഒരു ഫൈനാൻസർ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അവർക്ക് വേണ്ടുന്ന പൈസ കൊടുത്തിട്ടുണ്ട്, ആ പൈസ കൊണ്ട് അവരത് ചെയ്തിട്ടുണ്ട്, അവരത് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. അത് ആൾക്കാർ കണ്ടില്ലെങ്കിൽ അത് ആൾക്കാരുടെ പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ടും നല്ല സിനിമയായിരുന്നു. സാമ്പത്തികമായിട്ട് പക്ഷേ വിജയം കൈവരിച്ചു ഒന്നും കിട്ടിയില്ല എനിക്ക്. പക്ഷെ അവർ നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സാറിനോട് ചോദിച്ചില്ലേ, അതല്ലേ എൻ്റെ ബെനിഫിറ്റ്. ഞാൻ അവിടെയും കൈവച്ചു എന്ന് പറയുന്നത് ആ പോയ കാശ് വെച്ച് കമ്പയർ ചെയ്യുമൊന്നുമില്ല. ഇനി സിനിമ നിർമ്മിക്കാൻ ആലോചന ഉണ്ടോ? നല്ല പടങ്ങളാണ്, നല്ല സബ്ജക്റ്റ് വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. എൻ്റെ വീട്ടുകാരൊക്കെ അതിനെതിരാണ്, പക്ഷേ എന്നാലും നല്ല സബ്ജക്റ്റാണ്. സമൂഹത്തിന് എന്തെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ കാശ് മാത്രം ആലോചിക്കുന്നുണ്ടാണ് നമുക്ക് നഷ്ടമെന്ന് പറയുന്നത്. സാറേ, ഞാൻ ആ ഒരു പടം എടുക്കുമ്പം ഒരു 5 കോടി രൂപ അന്ന് മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 5 കോടിയിൽ കൂടി വന്ന ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ പ്രൊഡ്യൂസർക്ക്, അതിൻ്റെ ഡയറക്ടർക്ക് ചെന്ന് കാണും. ബാക്കിയൊക്കെ ചെന്ന് പബ്ലിക്കിലോട്ടാണ്. അവരതുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യണം. നമ്മുടെ നഷ്ടം വേറെ ലാഭമായി കഴിഞ്ഞാൽ കോംപ്രമൈസ് ആയില്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നഷ്ടമില്ലല്ലോ. ഈ നാടകത്തോടുള്ള കമ്പം വിട്ടോ? അതോ? നാടകത്തോടുള്ള കമ്പം എന്ന് പറഞ്ഞാൽ അന്ന് ചെറുപ്പകാലങ്ങളിൽ ഞാൻ സ്കൂൾ നാടകങ്ങളിൽ കൂടെ വന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സാറിൻ്റെ ഒരു ഡ്രോയിങ് മാസ്റ്ററാണ്, ശിവസാർ എന്ന് പറയും. അദ്ദേഹമാണ് എന്നെ നീ നന്നായിട്ട് അഭിനയിക്കും, നീ ഇതിനകത്ത് വേണം പറഞ്ഞ് എന്നെ അതുകൊണ്ട് ഇടപെടുത്തിയത്. അതൊരു 10-20 വയസ്സായപ്പോൾ അതിൻ്റെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ രക്ഷപ്പെടുകയില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് വിട്ട് ഗൾഫിൽ പോകുന്നത്. പിന്നെ വിനയനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. അതെ. ഇപ്പം താങ്കളുടെ വിനയൻ്റെ സഹോദരിയും വിനയൻ്റെ ബ്രദറിലെയും എൻ്റെ വളരെ അടുത്ത് എൻ്റെ മനസ്സിനോടടുത്ത് ചേർന്ന് നിൽക്കുന്ന 2 ഗുരുനാഥന്മാരാണ്.